കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ് ചിഞ്ചു. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഇന്നാ പുള്ളിയാളുണ്ട് തൊപ്പിന്റെ തെറി പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മുള്ള വറച്ചിട്ട് നിൽക്കുകയാണെന്ന്. ഇതേതായി ജന്തു? ആൺകുട്ടികളെ എങ്ങനെ കാണിച്ചു കൊടുക്കണടാ. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. കാണുന്നപോലെ മൊത്തം എന്റെ ഫ്രണ്ടാണ്. സത്യത്തിൽ എന്റെ ലൈൻ ആരാ? പാഞ്ഞു നടന്നവൾ എത്ര കൈമറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ വന്നത്. എനിക്കതിനകത്ത് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് നാള് സൂപ്പർ വാവ, ഇപ്പൊ തൊപ്പി, ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ്. അതെനിക്ക് ഇഷ്ടമില്ല. ഇനി അവളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയല്ലേ ഇല്ല. തൊപ്പിയ, ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. ഓൾറെഡി ഓളിന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു ആരാ ഫ്രണ്ട്? ഫ്രണ്ടോ? അതേ മച്ചി, മേറിന്റെ ഫ്രണ്ടാ. മേറ് പറഞ്ഞ ഇയാളെ ഫ്രണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. മെഹർ എന്ന് പറഞ്ഞ ഇയാളെ മോളാകാനുള്ള പ്രായമുണ്ട്. എടാ മൂക്കി പല്ല് കളുത്തില്ല. നിന്റെ മകളാകാൻ പ്രായമില്ല അവക്ക്. പ്രായം ഒരു തടസ്സമല്ല. അല്ല, ഇയാൾക്ക് മിനിമം ഒരു 52 വയസ്സുണ്ട്. ഇല്ല, കമ്മി പെണ്ണടാ. 60 വയസ്സാനാലും സിംഗം താൻ. എന്നത് ചിങ്കം നന്നായിരിക്കും. ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലടാ നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു. പക്ഷെ നീ രാംദാസാന്റെ കുടുംബത്തിൽ കയറി കളിച്ചു. അത് ഞാൻ സഹിക്കില്ല. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നു. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. റിയലി സോറി ഷാജാനിക്ക, സോറി. അത് എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്. നിങ്ങൾ ഇതൊന്നും അല്ല അഴുക്കച്ചെറുക്കൻ. ഇജെന്താണ് പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ളനായെ. ഇയാള് വയ്യപ്പോന്ന പൊമ്പിള്ളോടെ തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു. അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ? ഇത് മലപ്പുറത്തുകാർ. മലപ്പുറത്തുകാരെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ചിരിക്ക. താറിന്റെ ഹൈറ്റ് എത്രയാ? ഇത്രയാ താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത്. അപ്പൊ അയാൾ എന്റെ ഇവിടെ ഉണ്ടാവും അല്ലെ? അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിൽക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ല? അവര് തമ്മിൽ സംസാരിച്ചെന്നൊക്കെ നോക്കാം. ഒറ്റ കാര്യം. ഇതെന്തേ എടേ? അപ്പൊ ഷാജാനൊക്കെ പൂക്കിയായിരുന്നാ? ആള് സംസാരിച്ചെന്ന് കേട്ടില്ല. ഇയാൾ ആഗ്രഹം ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് ഫൈറ്റ് കൊടുക്കാം. എന്താ പറയുന്നത്? നീ ഈ കാണിക്കുന്ന നേരിട്ട് കാണിക്കണേ. മോന് ബിരിയാണിയും ചോറും എല്ലാം ഞാൻ ഒരുമിച്ച് തരാം കേട്ടോ. ലൈവില് തൊപ്പിന്നലെ ഇന്നൊന്നൊരു വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ തയ്യാറാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒറ്റ തന്തൊക്കെ പറഞ്ഞ മോനാണെങ്കിൽ നേരിക്ക് നേരം മുട്ടാൻ വാറ മോനെ. നമുക്ക് തല്ലിയാണ് തീർക്കാന്നേ. നിങ്ങളൊരു ബസ്സിലാളർക്ക് ഞാൻ ട്രെയിനിലിറക്കാൻ പറ്റുന്നോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ. സീക്രട്ട് ഏജന്റിനോട് നമ്പർ ചോദിച്ചു. സീക്രട്ട് ഏജന്റിനോട് ഷാജാന് നമ്പർ ചോദിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞു. സീക്രട്ട് ഏജന്റ് അവനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാൽ ഷാജാൻ പറഞ്ഞത് തൊപ്പിക്ക് എന്റെ നമ്പർ കൊടുക്കണ്ടെന്ന്. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ഈ മൂവി പ്രൊമോഷൻ ഇതെല്ലാം ഞാൻ കുറച്ച് ബിസിയാ. ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ വിളിക്കുമ്പോ നീ വരണം കേട്ടാ കോമാളി. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ